യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ അപ്പീൽ കോടതി ശരിവച്ചതോടെ അവിടുത്തെ നിയമങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും ചോദ്യങ്ങളും സജീവമാവുകയാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ പോലെയാണോ യമനിലെ നിയമങ്ങൾ എന്നാണ് സംശയങ്ങൾ ഉയരുന്നത്. ഇന്ത്യയിലെ നിയമപ്രകാരം ഒരാളെ കൊല്ലുന്നത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണെങ്കിലും അത് സ്വയരക്ഷയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ശിക്ഷാ ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും. എന്നാൽ യമൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇളവുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാന കാരണം പലവിധ നിയമസംഹിതകളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് യമനിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥ എന്നതാണ്. ശരിയത്ത് നിയമം, പഴയ ഈജിപ്ഷ്യൻ നിയമങ്ങൾ, നെപ്പോളിയൻ നിയമങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ കടം കൊണ്ട നീതി നിർവ്വഹണ സംവിധാനമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഈ രീതിയിലാണ് യമൻ ഭരണഘടനയും എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്കെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടാൽ അയാൾ കുറ്റവാളിയാകുന്നില്ല. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ പ്രതികളെ നിരപരാധികളായി കണക്കാക്കുന്നു എന്നതാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകത. ക്രിമിനൽ കേസുകളിലെ ദരിദ്രരായ പ്രതികൾക്ക് യമൻ നിയമപ്രകാരം കൗൺസിലിന് അർഹതയുണ്ടാകും. എന്നാൽ ഇവയൊക്കെ നീതി പുസ്തകത്തിലെ പേജുകളിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. പ്രായോഗികമായി ഇതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ചെറിയ കേസുകളിലെ വിചാരണകളിൽ ചിലപ്പോൾ ജൂറി പോലും കാണില്ല. ജഡ്ജിമാർ ക്രിമിനൽ കേസുകൾ വിധിക്കുവാൻ വേണ്ടി മാത്രമാകും ഉണ്ടാവുക. അതേസമയം എല്ലാ പ്രതികൾക്കും അപ്പീലിന് അവകാശമുണ്ടാകും. എന്നാൽ ആ അവകാശമൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. യമനിലെ നിയമ സംവിധാനങ്ങളിൽ വിവേചനം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഗാർഹിക കാര്യങ്ങളിലും മറ്റും വളരെ ഗുരുതരമായ വിവേചനമാണ് സ്ത്രീകൾ ഇവിടെ അനുഭവിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള പല നിയമങ്ങളും കാട്ടാള നിയമങ്ങൾക്ക് തുല്യമാണ് ഇവിടെ. യമനിലെ ഭരണഘടനാ സ്വയം ഭരണാധികാരമുള്ള ജുഡീഷ്യറിയും സ്വതന്ത്ര ജഡ്ജിമാരും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എങ്കിലും യമനിൽ യഥാർത്ഥത്തിൽ ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് കൗൺസിൽ, സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ എന്നിവയാണ്. ജഡ്ജിമാരെ നിയമിക്കാനും അവരെ പുറത്താക്കുവാനും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് അധികാരമുണ്ടെന്നുള്ളതും യമനിലെ പ്രത്യേകതയാണ്. മാത്രമല്ല, യമനിലെ ഗോത്ര നിയമങ്ങൾക്കും ഉയർന്ന അധികാരങ്ങളാണ് ഉള്ളത്. ലോകത്തിലെ നീതിന്യായ വ്യവസ്ഥകളിൽ ഏറ്റവും ദുർബലമായവയുടെ പട്ടികയിലാണ് യമൻ ഉള്ളത്. അഴിമതിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ് രാജ്യം. കോടതികൾ പുറപ്പെടുവിച്ച വിധികൾ നടപ്പാക്കാൻ സർക്കാർ പലപ്പോഴും വിമുഖത കാണിക്കുന്നു എന്നതും ഉയരുന്ന പരാതിയാണ്. യമനിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേൽ ശക്തമായ അധികാരങ്ങളാണ് ഗോത്രതലവന്മാർക്കുള്ളത്. നിയമത്തിന്റെ വ്യാഖ്യാനത്തിലും പ്രയോഗത്തിലും കാര്യമായ വിവേചനാധികാരം ഇവർക്ക് പ്രയോഗിക്കാനാകും. ഇത്തരത്തിലുള്ള ഗോത്രതലവന്മാരുടെ പീഡനത്തിന് ജഡ്ജിമാർ വിധേയരാകുന്നു എന്ന പരാതിയും രാജ്യത്ത് ഉയർന്നു കേൾക്കാറുണ്ട്. യമനിൽ 1997 സർക്കാർ ഒരു ജുഡീഷ്യൽ പരിഷ്കരണ പരിപാടി ആരംഭിച്ചിരുന്നു. അന്നു മുതൽ ജുഡീഷ്യറിയിൽ നിരവധി പുനർനിർമ്മാണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അവയൊന്നും ഈ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുകയോ അഴിമതി കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. യമനിൽ കോടതി സംവിധാനം 3 തലങ്ങളിലായാണ് ക്രമീകരിക്കുന്നത്. മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിവിഷണൽ കോടതികൾ, പ്രവിശ്യ കോടതികൾ, സൈനിക കോടതികൾ എന്നിങ്ങനെയാണ് അവ. ക്രിമിനൽ, ജുവനൈൽ, കുടുംബം, പാർപ്പിടം, കാർഷികം, മറ്റ് ചെറിയ സിവിൽ വിഷയങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതികളാണ്. കൂടുതൽ ഗുരുതരമായ ക്രിമിനൽ കേസുകൾ, അനന്തരാവകാശ കേസുകൾ, പ്രധാന സിവിൽ ക്ലെയിമുകൾ, മജിസ്ട്രേറ്റ് കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ എന്നിവയാണ് പ്രവിശ്യ കോടതികൾ കൈകാര്യം ചെയ്യുന്നത്. ആധുനിക കോടതി സമ്പ്രദായത്തോടൊപ്പം ഇസ്ലാമിക നിയമം പ്രയോഗിക്കുന്ന ശരീഅത്ത് കോടതികളും പരമ്പരാഗത നിയമം പ്രയോഗിക്കുന്ന ഗോത്ര കോടതികളും യമനിൽ നിലവിലുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.